രാമമംഗലം സെന്റ് ജേക്കബ്സ് ക്നാനായ വലിയ പള്ളിയുടെ പ്രധാന പെരുന്നാൾ ഇന്നും നാളെയുമായിട്ട് സമുചിതം പൂർവാധികം ഭംഗിയായിട്ട് നടത്തുവാൻ തക്കവണ്ണം ദൈവത്തിൽ പ്രത്യാശിക്കുകയാണ്. അഞ്ചേകാലും കോപ്പും നൽകി ആദരിക്കുന്ന വലിയ ചടങ്ങ് ഈ ഇടവകയിൽ കൊടിയേറ്റ് കഴിഞ്ഞാൽ ഉടൻ നടക്കുകയാണ്. ഒരു ദേശത്തിൻ്റെ പെരുന്നാൾ ഇവിടെ ആരംഭിക്കുകയാണ്. 2 വർഷത്തെ കോവിഡ് ഇടവേള കഴിഞ്ഞ് പെരുന്നാളിന് കൊടിയേറുമ്പോൾ പെരുന്നാൾ നടത്തിപ്പിനെക്കുറിച്ച് ഇടവക വികാരിയായ ഫാദർ സിജോസ് കറിയ മംഗലത്ത് സംസാരിച്ചു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. രാമമംഗലം സെന്റ് ജേക്കബ്സ് ക്നാനായ വലിയ പള്ളിയുടെ പ്രധാന പെരുന്നാൾ ഇന്നും നാളെയുമായിട്ട് സമുചിതം പൂർവാധികം ഭംഗിയായിട്ട് നടത്തുവാൻ തക്കവണ്ണം ദൈവത്തിൽ പ്രത്യാശിക്കുകയാണ്. രാമമംഗലം ദേശത്തിൻ്റെ കാവൽ പിതാവും നമ്മുടെ കർത്താവിൻ്റെ സഹോദരനും യെരൂശലേമിലെ ഒന്നാമത്തെ പ്രധാന ആചാര്യനും പുണ്യവാനും സ്ലീഹായും സഹതായുമായ മോർ യാക്കോബ് സ്ലീഹായുടെ പെരുന്നാൾ ആഘോഷിക്കുവാൻ തക്കവണ്ണം ഈ ദേശം മുഴുവനും ഒരുക്കത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. നാനാജാതി മതസ്ഥരായ ആളുകൾ ഏറ്റെടുത്ത് നടത്തുന്നതായ ഈ പെരുന്നാളിലൂടെ ഈ ദേശം അനുഗ്രഹിക്കപ്പെടുന്നു. ഈ ദേശത്തെ നിവാസികൾക്കൊക്കെയും നിരവധി അനുഗ്രഹങ്ങൾ ലഭ്യമാകുന്നതായ ഒരു അവസരമാണ് ഈ പെരുന്നാൾ എന്ന് പറയുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലം കോവിഡിൻ്റെതായ സാഹചര്യമുള്ളതിനാൽ നമുക്ക് പെരുന്നാൾ ആഘോഷിക്കുവാനായിട്ട് സാധിച്ചില്ല. എന്നാൽ ഈ വർഷം ദൈവത്തിൻ്റെ വലിയ കരുണയാൽ ആഘോഷമായിട്ട് പെരുന്നാൾ നടത്തുവാൻ തക്കവണ്ണമായിട്ട് സാധിച്ചതിനോട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് 5 മണിക്ക് ആഘോഷകരമായ പെരുന്നാൾ കൊടിയേറ്റ് നടത്തപ്പെടും. അതേ തുടർന്ന് മേമ്പൂട്ടിൽ നിന്നും ആഘോഷമായിട്ട് വിശുദ്ധ സ്ലീവ എഴുന്നള്ളിക്കും. മേമന കുടുംബത്തെ ആദരിച്ചുകൊണ്ടുള്ളതായ 5 കാലും കോപ്പും നൽകി അവരെ ആദരിക്കുന്നു. അതേ തുടർന്ന് 6:30 മണിക്ക് സന്ധ്യാപ്രാർത്ഥനയും ഭക്തിദിനപരമായിരിക്കുന്നതായ പ്രദക്ഷിണവും നടത്തപ്പെടുന്നതുമാണ്. നാളെ രാവിലെ 9 മണിക്ക് ക്നാനായ സമുദായ മെത്രാപ്പോലീത്ത അഭിയന്ത കുര്യാക്കോസ് മാർ സേവേറിയോസ് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ അഞ്ചിന്മേൽ കുർബാനയും തുടർന്ന് മേളങ്ങളും നേർച്ച സദ്യകളുമൊക്കെയും നടത്തും. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ഈ പെരുന്നാൾ ശുശ്രൂഷകളിൽ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ തക്കവണ്ണമായിട്ട് എല്ലാവരെയും കർത്തൃനാമത്തിൽ ക്ഷണിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹീതമായ പെരുന്നാളിന്റെ കൊടി ഉയരാൻ പോവുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ ഈ തിരുവറ്റത്തെത്താൻ പറ്റാതെ പ്രവാസികളായി ഇന്റർനെറ്റിന്റെ മുമ്പിൽ ഈ പള്ളിയുടെ തിരുവറ്റമായിട്ട് അവരുടെ പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷകൾ കടന്നുപോകുന്നതിനെ ശ്ലാഘനീയമാണ്. മഹാവിശുദ്ധന്റെ മനസ്സിൽ അറിയപ്പെട്ടുകൊണ്ടുള്ള കൊടിയേറ്റ് ആരംഭിക്കുകയാണ്. ആയിരങ്ങളെ സാക്ഷിയാക്കി യാക്കോബ് സ്ലീഹയുടെ രാമമംഗലം സെന്റ് ജേക്കബ് ക്നാനായ വലിയ പള്ളിയിലെ പ്രധാന പെരുന്നാളിന് കൊടിയേറുന്നു. അതെ, ദേശത്തിൻ്റെ പെരുന്നാൾ. പെരുന്നാളിന് കൊടിയേറുമ്പോൾ യാക്കോബ് സ്ലീഹയുടെ അനുഗ്രഹത്തിന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ട് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങളും പങ്കെടുത്തു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറെ സന്തോഷമുണ്ട്. 2 വർഷക്കാലമായിട്ട് ഞങ്ങളുടെ ആഘോഷങ്ങളൊന്നും നടക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. എന്നാൽ ദൈവകൃപ കൊണ്ട്
ഈ വർഷം നല്ല സാഹചര്യങ്ങൾ ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. ഞങ്ങൾ വളരെ ആഘോഷമായി തന്നെ പെരുന്നാൾ നടത്തുവാൻ ഇടവക ഒന്നടങ്കം പള്ളിയുടെ എല്ലാ പോഷക സംഘടനകളും ഇതിന് തയ്യാറായി സന്തോഷത്തോടു കൂടി ഈ സമയം ഞങ്ങൾ വിനിയോഗിക്കുകയാണ്. സ്വർഗസ്ഥനായ പിതാവിന് ആദ്യമേ തന്നെ നന്ദി പറയാം. കൊറോണ വൈറസ് എന്ന മഹാമാരിയെ തുടർന്ന് 2 വർഷക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാന പെരുന്നാൾ വളരെ ആഘോഷപരമായ രീതിയിൽ നടത്തപ്പെടുവാൻ എല്ലാവിധമായ പരിശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 36ാമത്തെ ഞായറാഴ്ച എന്നെയും ജിബി കോലത്തിനെയും ഈ പള്ളിയുടെ പൊതുയോഗം പെരുന്നാളിൻ്റെ ട്രസ്റ്റിയായും സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. മാർ യാക്കോബ് ശ്ലീഹായുടെ അനുഗ്രഹത്താൽ ഞങ്ങളെ എളിയവരായ ഞങ്ങൾക്ക് നല്ലൊരു രീതിയിൽ പ്രവർത്തനം സാധിച്ചു എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ദൈവത്തിന് സ്തുതി. 2 വർഷക്കാലമായിട്ട് നമ്മുടെ പള്ളി പെരുന്നാൾ ഉണ്ടായിരുന്നില്ല. ദേശത്തിൻ്റെ ഉത്സവമായ പെരുന്നാൾ ഈ വർഷം 2022 നടത്തുവാനായിട്ട് ഞാനും എന്നെ രാജചേട്ടനും ഞങ്ങളുടെ പൊതുയോഗം ഐക്യണ്ടെ തിരഞ്ഞെടുക്കുകയും എല്ലാ കാര്യങ്ങളും എല്ലാവരോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഞങ്ങളാവുന്ന രീതിയിൽ എല്ലാവരുടെ സഹകരണത്തോട് തന്നെ ഈ തവണ വളരെ ഭംഗിയായി നടത്തുവാൻ അവസരം തന്നതിന് ദൈവത്തോട് നന്ദി പറയുന്നു. നാനാജാതി മതത്തിൽപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, രാമംഗലം ജ്ഞാനായ പള്ളി പെരുന്നാൾ എന്ന് പറഞ്ഞാൽ രാമംഗലത്തെ സംബന്ധിച്ച് ഒരു ഉത്സവമാണ്. വർണ്ണവർഗ വിവേചനമില്ലാതെ, ജാതിമത വ്യത്യാസമില്ലാതെ മുഴുവൻ ജനങ്ങളും വളരെ സാഹോദര്യം പുലർത്തിക്കൊണ്ട് ഒത്തൊരുമയോടെ രാമംഗലം പള്ളി എന്ന വികാരം നെഞ്ചിലേറ്റിക്കൊണ്ട് രാമംഗലം പള്ളിയുടെ പെരുന്നാൾ എല്ലാ വർഷവും നടന്നു വരികയാണ്. രാമംഗലത്തെ കടവിലെ വ്യാപാരികൾ ഈ ഇടവകയുടെ പെരുന്നാളിനോട് പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ട് ഈ ഇടവകയുടെ പെരുന്നാളിന് കൊഴുപ്പ് കൂട്ടുന്നതിന് വേണ്ടി, മാറ്റുകൂട്ടുന്നതിന് വേണ്ടി ആകാശവിസ്മയം ഈ 13ാം തീയതി രാത്രി പ്രതീക്ഷ സമയത്ത് ഒരുക്കിയിട്ടുണ്ട്. രാമമംഗലം ഗ്രാനായ വലിയ പള്ളിയിലും ഈ ദേശത്തുള്ള മിക്കവാറും പള്ളികളെല്ലാം സുവിശേഷ വേലയുമായി പോകുന്ന ഒരു വ്യക്തിയാണ്. പരിശുദ്ധനായിരിക്കുന്ന മാർ യാക്കോബ് ശ്ലീഹായുടെ മാധ്യസ്ഥം എനിക്ക് എന്നും കാവലും കോട്ടയുമാണ്. വർഷത്തിനു മേൽ പഴക്കമുള്ള സ്ലീബ മേമ്പൂട്ടിൽ നിന്നും പള്ളിയിലേക്ക് ആഘോഷമായി കൊണ്ടുവരുന്ന ചടങ്ങാണ് അടുത്തത്. കൊടുങ്ങല്ലൂരിൽ നിന്നും മാറി താമസിച്ച ജ്ഞാനായക്കാർ പിറവത്തും മാമലശ്ശേരിയിലും കടുത്തുരുത്തിയിലും വന്ന് താമസിച്ചു. സ്വന്തം പള്ളി ഇല്ലാത്തതുകൊണ്ട് നാട്ടിലുള്ള എല്ലാവരും ചേർന്ന് മാമലശ്ശേരി പള്ളി വയ്ക്കുകയും ആ പള്ളിയിലാണ് ജ്ഞാനായക്കാർ ശുശ്രൂഷ നടത്തിയിരുന്നത്. സ്വന്തമായി ഒരു പള്ളി ഉണ്ടാക്കുവാൻ മാമലശ്ശേരി പള്ളിയിൽ നിന്നും വീതം വാങ്ങിക്കുകയും അതിനുശേഷം രാമമംഗലം പുഴയുടെ തീരത്ത് നല്ല സ്ഥലം തിരഞ്ഞെടുക്കുകയും ചെയ്തു. പക്ഷേ പള്ളി വയ്ക്കുന്നതിന് പല തടസ്സവും ഉണ്ടായിരുന്നു. തടസ്സങ്ങൾ നീക്കുവാനായി അധികാരികളിൽ നിന്നും എല്ലാ പിന്തുണയും തന്നത് അന്നത്തെ മേമന കുടുംബത്തിലെ കാരണവന്മാരായിരുന്നു. അവരെ സ്മരിച്ചുകൊണ്ടാണ് 5 കാലും കോപ്പും നൽകി ആദരിക്കുന്നത്. സുനിൽകുമാർ ഈ പള്ളിക്ക് ഒരു മരത്തിന്റെ തൈ ഇവിടെ തരുകയാണ്. അങ്ങനെ തൈ ഇപ്പോൾ സ്വീകരിക്കുന്നു. അതിവിടെ ഇതുവരെ നടന്നു. എല്ലാവിധ ആശംസകൾ വാങ്ങുകയാണ്.
രാമമംഗലം വലിയ പള്ളി ജ്ഞാനായ വലിയ പള്ളി പെരുന്നാളിന് മേമന തറവാടിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമുക്കറിയാം, മേമന കുടുംബവും രാമമംഗലം വലിയ പള്ളിയുമായി വളരെ അഭേദ്യമായ ഒരു ബന്ധമാണ് നിലനിൽക്കുന്നത്. മേമന തറവാടുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം ഐതിഹ്യമായിട്ട് ഞങ്ങൾ കേട്ടിരിക്കുന്നത് പണ്ട് രാജഭരണകാലത്ത് ഏകദേശം 169 വർഷം മുമ്പ് ഇവിടെ ഒരു പള്ളി വയ്ക്കണം എന്ന് അന്നത്തെ ഇവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗമായ കുറേ ആളുകൾ ആവശ്യപ്പെടുകയും അങ്ങനെ അത് രാജാക്കന്മാരുടെ മുൻപിൽ അത് ചെല്ലുകയും അങ്ങനെ രാമമംഗലം ഭാഗത്ത് ഒരു ജ്ഞാനായ പള്ളി സ്ഥാപിക്കണം എന്നുള്ള ആവശ്യം ഉയരുകയും ചെയ്യുകയായിരുന്നു. അക്കാലത്താണ് മന്ത്രിയുടെ ഓർഡർ ഇങ്ങനെയായിരുന്നു എന്നാണ് കേട്ടിരിക്കുന്നത്. പള്ളിയും അമ്പലവുമായിട്ട് ഏകദേശം ഒരു 8-10 കിലോമീറ്റർ ദൂരെയില്ലെങ്കിൽ വർഗീയമായിട്ടുള്ള വിഷയങ്ങളുണ്ടാകും എന്നുള്ളത് കൊണ്ട് രാമമംഗലം അമ്പലത്തിൻ്റെ ഭാഗത്തു നിന്നും 8 കിലോമീറ്ററെങ്കിലും അകലെ വേണം നിങ്ങളുടെ പള്ളി സ്ഥാപിക്കാൻ എന്നുള്ള ഒരു തീരുമാനമായിരുന്നു അന്ന് രാജാവ് നൽകിയിരുന്നതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി അവിടെ രാജകുടുംബത്തിൽ നിന്നും രാജാവിൻ്റെ മന്ത്രിസഭയിൽ നിന്നോ ഒരാളെ നിയമിക്കുകയും അങ്ങനെ ഇവിടെ രാമമംഗലം ഭാഗത്ത് എത്തിച്ചേരുകയും പള്ളി വയ്ക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലം കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി മേമന നായന്മാരെയാണ് ചുമതലപ്പെടുത്തിയെന്നാണ് ഐതിഹ്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അന്ന് തൊട്ടേ ഈ ഒരു ഉപകാരം നമ്മുടെ ഇവിടുത്തെ ക്രിസ്ത്യൻ ആളുകൾക്ക് നൽകിയതിൻ്റെ ഒരു ആദരവ് മാത്രമാണ് നമുക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തിരിച്ചും ഞങ്ങൾ അങ്ങോട്ടും ഈ പള്ളിയോടുള്ള ആദരവും ബഹുമാനവും എന്നും നിലനിൽക്കുന്നുണ്ട്. അതെന്നും നിലനിൽക്കട്ടെ. എല്ലാവിധ ആശംസകളും ഈ പെരുന്നാളിന് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ജ്ഞാനായ സമൂഹത്തിൻ്റെ പാരമ്പര്യത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് സെൻറ്റ് ജേക്കബ് ജ്ഞാനായ യൂത്ത് മൂവ്മെൻറ്റ് അവതരിപ്പിച്ച നടവിളിയും തുടർന്നുള്ള ഡാൻസും അതിഗംഭീരമായി. It's
രാമമംഗലം സെന്റ് ജേക്കബ് ജ്ഞാനായ വലിയ പള്ളി സ്ഥാപിക്കപ്പെട്ടതും ജ്ഞാനായ സമൂഹത്തിന്റെ ചരിത്രവും പറഞ്ഞ് ജ്ഞാനായ സമൂഹത്തിന്റെ അസോസിയേഷൻ മെമ്പറുമായ സി തമ്പി സംസാരിച്ചു. ക്രിസ്താബ്ദം 345 വിശ്വവിഖ്യാതമായ ഉറഹയിൽ നിന്നും മലങ്കരയിലെത്തിയ ജ്ഞാനായക്കാരുടെ മക്കളാണ് ഈ രാമമംഗലം ദേശത്ത് അധിവസിക്കുന്നത്. കൊടുങ്ങല്ലൂരിൽ താമസമാക്കിയ ജ്ഞാനായക്കാർക്ക് അന്നത്തെ അധികാരിയായിരുന്ന ചേർമൽ പെരുമാൾ അനേക പദവികൾ കൊടുത്ത് ആദരിക്കുകയുണ്ടായി. കൊടുങ്ങല്ലൂരിൽ നിന്ന് കാലക്രമേണ പല ഭാഗങ്ങളിലേക്കായി മാറി താമസിച്ച ജ്ഞാനായക്കാർ പിറവത്തും മാമലശ്ശേരിയിലും കടുത്തുരുത്തിയിലുമെല്ലാം വന്ന് താമസിച്ചു. നമ്മുടേതായ പള്ളി, സ്വന്തമായ പള്ളി ഇല്ലായിരുന്നതുകൊണ്ട് മാമലശ്ശേരിയിൽ എല്ലാവരും, നാട്ടിലെ എല്ലാ ആളുകളും ഒന്നിച്ചു ചേർന്ന് മാമലശ്ശേരിയിൽ പള്ളി വെക്കുകയും ആ പള്ളിയിലാണ് ജ്ഞാനായ ഇടവകക്കാർ ശുശ്രൂഷ അനുഷ്ഠിച്ച് വന്നിരുന്നത്. എന്നാൽ കാലക്രമേണ വീണ്ടും അവിടെ നിന്ന് നമ്മൾ സ്വന്തമായി ഒരു പള്ളി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുകയും മാമലശ്ശേരി ഇടവകയിൽ നിന്ന് വീതം വാങ്ങി നമ്മൾ രാമമംഗലം ദേശത്ത്, രാമമംഗലം പുഴയുടെ തീരത്ത് നല്ല ഒരു പ്രദേശം തിരഞ്ഞെടുത്ത് ആലയ്ക്കൽ കൊല്ലന്മാരോട് ഈ സ്ഥലം വാങ്ങുകയും ഈ പള്ളിക്കുള്ളതായ ക്രമീകരണം ചെയ്യുകയും ചെയ്തു. അന്ന് പള്ളി വയ്ക്കുന്നതിന് അനേക തടസ്സങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ തടസ്സങ്ങൾ നീക്കുന്നതിനായി അധികാരികളിൽ നിന്ന് എല്ലാ ഒത്താശയും ചെയ്ത് തന്ന് നമ്മളെ അനുഗ്രഹിച്ചത് അന്നത്തെ മേമന നായർ കുടുംബത്തിലെ കാരണവന്മാരായിരുന്നു. അവരെ സ്മരിച്ചുകൊണ്ട്, അതുകൊണ്ട് തന്നെ അന്നു മുതൽ ഇടപെടാതെ ഒരു വർഷം പോലും മുടങ്ങാതെ അവർക്ക് 5 കാലും കോപ്പും നൽകി ആദരിക്കുന്ന വലിയ ചടങ്ങ് ഈ ഇടവകയിൽ കൊടിയേറ്റ് കഴിഞ്ഞാൽ ഉടൻ നടക്കുകയാണ്. അതോടൊപ്പം ആലയ്ക്കൽ കൊല്ലന്മാർക്ക് അവർക്കുള്ളതായ അവകാശം ഒരാഴ്ച മുമ്പ് തന്നെ അവർ ഒരു കത്തി ഉണ്ടാക്കി ഈ പള്ളിയുടെ തിരുനടയിൽ സമർപ്പിക്കുകയും അവരുടെ അവകാശം വാങ്ങി പോവുകയും ചെയ്യുന്നതായ വലിയ ഒരു കാര്യമുണ്ട്. അങ്ങനെ മാമലശ്ശേരിയിൽ നിന്ന് വന്നതായ രാമമംഗലം പള്ളി പണിയുകയും അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു. ഈ നാട്ടിലെ എല്ലാവരുടെയും സഹകരണത്തോടെ ഈ നാട്ടിൻ്റെ ഒരു ഭാഗമായി ജ്ഞാനായക്കാർ ഇവിടെ അധിവസിക്കുമ്പോൾ ഈ നാട്ടിലെ മറ്റ് ക്രിസ്ത്യാനികളോടൊപ്പം അതുപോലെ തന്നെ മറ്റ് ഹൈന്ദവ സമൂഹങ്ങളോടൊപ്പം ആ സമൂഹത്തിൽ എല്ലാം ഒന്നിഴ ചേർന്ന് ഇവിടെ നമ്മൾ കാര്യങ്ങൾ നടത്തി പോവുകയാണ്. ഈ പെരുന്നാളിനെക്കുറിച്ച് പറയുമ്പോൾ നാനാജാതി മതസ്ഥരായ ഏതാണ്ട് 2500ഓളം പേർ ഷെയർ എടുത്താണ് ഈ പെരുന്നാൾ നടത്തുന്നത്. ആ പെരുന്നാളിൽ ഭാഗവാക്കുവാൻ കേരളത്തിലോ അവിടെയൊക്കെ എവിടെയൊക്കെ രാമമംഗലത്ത് നിന്ന് പോയിട്ടുണ്ടോ അവരെല്ലാം ഈ പെരുന്നാളിനോടനുബന്ധിച്ച് പള്ളിയിൽ എത്തിച്ചേരുന്നു, വീതം നൽകുന്നു. എന്നാൽ ഈ എത്തിച്ചേരാൻ പറ്റാത്ത പ്രവാസികളായിരിക്കുന്ന ആളുകൾക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. വരാൻ പറ്റിയില്ലെങ്കിൽ അവരെ ഓർത്ത് നമ്മൾ ലൈവ് ടെലികാസ്റ്റ് നടത്തുകയാണ്. ഇവിടെ കൊടി കയറുമ്പോഴും അതുപോലെ ഇവിടെ ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ ഈ പള്ളിയുടെ തിരുമുറ്റം അവരുടെ പ്രദേശത്തെ അവർ വർക്ക് ചെയ്യുന്നതായ ആ സ്ഥലങ്ങളെ അവരുടെ പള്ളിയുടെ തിരുമുറ്റമായി കണ്ടുകൊണ്ട് അവിടെ പ്രാർത്ഥനയോടെ ഇത് വീക്ഷിക്കുന്ന പ്രവാസികളായ ആളുകൾ ആണ് ഏറ്റവും കൂടുതലുള്ളത്. യാക്കോബ് സ്ലീഹ കർത്താവിൻ്റെ സഹോദരനും പുണ്യവാനും സ്ലീഹായും ഉർസലേമിൻ്റെ 1ാമത്തെ പ്രധാന ആചാര്യനും വിശുദ്ധ തക്സ് എഴുതിയ യാക്കോബ് സ്ലീഹായാണ് ഇവിടുത്തെ വിശുദ്ധൻ. ആ യാക്കോബ് സ്ലീഹായുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച ഒരാൾ പോലും നിരാശരായി പോയില്ല. സന്താനമില്ലാതെ വിഷമിക്കുന്ന ആളുകൾ ഇവിടെ വന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു, മക്കളെ ലഭിക്കുന്നു. ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നതായ മക്കൾക്ക് ജോലി ലഭിക്കുന്നു, രോഗികളായ ആളുകൾക്ക് സഹായം നൽകുന്നു. ഇതെല്ലാം നമ്മുടെ യാക്കോബ് സ്ലീഹ ദൈവത്തോട് ചോദിച്ച് വാങ്ങുന്നു. അതിനുവേണ്ടി ആളുകളെല്ലാം ഒന്നടങ്കം പ്രാർത്ഥനയോടുകൂടി സമീപിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ പ്രദക്ഷിണത്തെ വരവേൽക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും ഇവിടെ നടക്കുന്ന ഓരോ ചടങ്ങുകളും നമ്മുടേതാണ്, അവരുടേതാണ്, ഓരോരുത്തരുടെയുമാണ് എന്ന ആ വിചാരത്തോടുകൂടി അതിനെ നെഞ്ചേറ്റുകയാണ്. ഈ വർഷത്തെ പെരുന്നാൾ ഐശ്വര്യകരമായി തീരുവാൻ, ഈ ദേശത്തിന് അനുഗ്രഹമായി തീരുവാൻ, മഹാമാരി എല്ലാം മാറി അനുഗ്രഹകരമായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു. മഹാപരിശുദ്ധനായ യാക്കോബ് സ്ലീഹായുടെ മഹാമധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് നിർത്തുന്നു.
വിശുദ്ധനായ യാക്കോബ് ശ്ലീഹയുടെ പ്രതീക്ഷണം വരവേൽക്കാൻ നാടെങ്ങും തയ്യാറായി കഴിഞ്ഞു. പള്ളിയിൽ നിന്നും പുറപ്പെട്ട് യഥാക്രമം കളരിക്കൽ കുരിശ് പള്ളിയിലും കരിമ്പിഞ്ചേരി കുരിശിലും പൂത്രക്ക പാറയക്കുരിശ് പള്ളിയിലും സെന്റ് മേരീസ് കുരിശിങ്കിലും കടവിൽ കുരിശിങ്കിലും എത്തി ലൂത്തീനിയ കാണിക്ക സമർപ്പണം എന്നിവയ്ക്ക് ശേഷം പള്ളിയിൽ തിരിച്ചെത്തുന്നതാണ്.
പ്രദക്ഷിണത്തിന്റെ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ മഴ പെയ്തെങ്കിലും മഴയെ അവഗണിച്ചും പ്രദക്ഷിണം പള്ളിയിൽ കയറുകയും തുടർന്ന് ആകാശകാഴ്ചയും നേർച്ച സദ്യയും നടത്തുകയുണ്ടായി.